നിന്നോടാരാ ഇവിടെ വന്ന് നിൽക്കാൻ പറഞ്ഞത്? ഓ, മനുഷ്യന്റെ കാല് പോയി. ഈ കുന്ത ഇവിടെ കൊണ്ടിട്ടത് ആരാണാവോ? ആമിയുടെ സംസാരം ഉമ്മറത്തുനിന്ന് കേട്ട് ആദ്യം അകത്തേക്ക് നോക്കി. ഡൈനിങ് ടേബിളിനോട് സംസാരിക്കുകയാണ്. ഒരു കാല് കൈകൊണ്ട് അമർത്തി പിടിച്ചിട്ടുണ്ട്. ആദ്യ വാതിൽ പടിയിൽ അവളുടെ സംസാരം കേട്ട് കൈകെട്ടി നിന്നു. ഭഗവതി, എന്റെ കാല്! മര്യാദയ്ക്ക് അടങ്ങി നിന്നു, ഇല്ലെങ്കിൽ നീ ഈ ആമി ആരാണെന്ന് അറിയും. മേശക്കിട്ട് ഒരു അടി കൊടുത്തുകൊണ്ട് പറഞ്ഞെങ്കിലും അടിച്ചതിന്റെ പവർ ഇത്തിരി കൂടുതലായതുകൊണ്ട് നന്നായി വേദനിച്ചു. ആമി ദേഷ്യത്തിൽ കൈ ഒടിഞ്ഞു നേരെ നോക്കിയത് ഇതിനെല്ലാം സാക്ഷ്യം നിൽക്കുന്ന ആദിയാണ്. ഓ, വന്നായിരുന്നു പോലീസേമാൻ? അവൾ അവനെ നോക്കി പുച്ഛത്തോടെയും ദേഷ്യത്തോടെയും ചോദിച്ചു. എന്നതാടി, ഞാൻ വരണ്ടേ? ആദ്യം അകത്തേക്ക് കയറി. ഓ, വന്നോ? അല്ലെങ്കിലും എങ്ങോട്ട് വരുന്നു പോകുന്നൊന്നും നമ്മളോട് പറയില്ലല്ലോ. ആമി മുഖം തിരിഞ്ഞു നടന്നു. കാലുവേദന ആയതുകൊണ്ട് 8-10 എന്ന രീതിയിലാണ് നടക്കുന്നത്. ആമി അടുക്കളയിലേക്ക് പോയി. പുറകെയായി ആദ്യം. അങ്ങനെയൊന്നുമല്ല ആമി, ഞാൻ നിനക്കൊരു കുഞ്ഞു സർപ്രൈസ് തരാമെന്ന് കരുതിയുള്ളൂ. ആദ്യം അടുക്കള വാതിൽ വന്ന് നിന്ന് പറഞ്ഞു. ഓ, ഇനി അങ്ങനെ പറ, സത്യാടി പെണ്ണേ. ആദ്യം പറഞ്ഞു കേട്ട് ആമി ഒന്നും പറയാതെ കാലും വലിച്ചു വെച്ച് അവനും മറികടന്നു പോയി. നീ ഇതെന്താ കാണിക്കുന്നേ? വേദനകൾ അവിടെ പോയി ഇരിക്കാമീ. ആദ്യം അവളെ നോക്കി പറഞ്ഞു കേട്ട് ആമി തിരിഞ്ഞു നോക്കി. എനിക്ക് വേദനയൊന്നുമില്ല. അത്രയും പറഞ്ഞ് വേഗം താഴെയുള്ള ഒരു മുറിയിലേക്ക് കയറി. ആദ്യം വേഗം മുകളിൽ കയറി കുളി കഴിഞ്ഞ് താഴേക്ക് വന്ന് നോക്കുമ്പോൾ ആമി കിടക്കാണ്. അടുക്കള പോയി നോക്കിയപ്പോൾ ഭക്ഷണം എല്ലാം റെഡിയാണ്. ആദ്യം അവളുടെ അടുത്ത് പോയിരുന്നു. കാല് വെറുതെ ഒന്ന് തൊട്ട് നോക്കിയപ്പോഴും വേദന കൊണ്ട് അവൾ കാല് വലിച്ചു. ആദ്യം അകത്ത് കയറി ഒരു കുഴമ്പെടുത്തുകൊണ്ട് വന്നു. ആമിയുടെ കാലിൻ്റെ അടുത്തിരുന്ന് അവളുടെ കാലെടുത്ത് തൻ്റെ മടിയിലേക്ക് വെച്ചു. ആമി ഇതെന്താ സംഭവമെന്ന് കരുതി തലയിൽ നിന്ന് തലയുയർത്തി നോക്കി. ആദ്യം അവൾ 2 കണ്ണടച്ച് കാണിച്ച് അവൻ്റെ കയ്യിൽ കുഴമ്പ് ചേർത്ത് അവളുടെ കാലിൽ പുരട്ടിക്കൊടുത്തു. ആമി അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. അവൻ്റെ കണ്ണുകളും ചല്ലെങ്കിലും പുഞ്ചിരിയിൽ വിരിയുന്ന അവൻ്റെ നേരത്തെ നുണക്കുഴിയും. ആദ്യം അവളുടെ കണ്ണിന് നേരെ കൈവീശിയപ്പോഴാണ് അവൾക്ക് ബോധം വന്നത്. ഞാൻ പറഞ്ഞ വല്ലം കേട്ടോ? ആദ്യം ചോദിച്ച കേട്ട് ആമി ക്യാസേട്ട എന്ന ഭാവത്തിൽ നിന്നു. ഞാൻ ഇപ്പോൾ വരാമെന്ന്, അതുവരെ കാൽ നിലത്ത് വെക്കരുത്, ഇവിടെ എഴുന്നേൽക്കരുത്. ആദ്യയുടെ സംസാരം കേട്ട് ആമി യാന്ത്രികമായി തലയാട്ടി. അല്പസമയത്തിന് ശേഷം ആദ്യ വന്നു. കയ്യിലൊരു ചൂടുവെള്ളത്തിൻ്റെ പാത്രവുമുണ്ട്. നേരിയ ചൂടിലെ വെള്ളത്തിൽ മുണ്ടുമുക്കി അവളുടെ കാലിൽ പിടിച്ചു കൊടുത്തു. ഇടയ്ക്കിടെ അവൻ്റെ ചുടുനിശ്വാസം അവളുടെ കാലിൽ പതിയുന്നുണ്ട്. അവളുടെ ചൊടിയിൽ നാണത്താൽ കലർന്നൊരു പുഞ്ചിരി വിരിഞ്ഞു. പിറ്റേന്ന് ആമി ആദ്യ ക്ലാസ്സിൽ പറഞ്ഞയച്ചില്ല. അവളെ വീട്ടിൽ നിർത്തി ആദ്യ ജോലിക്ക് പോയി. കമ്മീഷൻ ഓഫീസിലിരുന്ന് മാർട്ടിനുമായി സംസാരിക്കാൻ ആദി എത്ര ദിവസമായിടത്? ഇതുവരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലേ? മാർട്ടിൻ ആദിയോട് ചോദിച്ചു. ഇല്ല സാർ, കണ്ടുപിടിച്ചിട്ടുണ്ട്. ഏകദേശം എല്ലാ തെളിവും കിട്ടി. പക്ഷേ അറസ്റ്റ് ചെയ്യാൻ സമയമായിട്ടില്ല. ഇപ്പോൾ ഞങ്ങൾ അവനെ മനസ്സിലാക്കിയെന്നറിഞ്ഞ ഒരുപക്ഷെ അവനെ ചരട് വലിക്കുന്ന ആ വമ്പൻ സ്രാവ് നമ്മുടെ കയ്യിൽ നിന്ന് ചാടിപ്പോവും. ഇത്തിരി ക്ഷമ നമ്മൾ കാണിച്ചാൽ അതിൻ്റെ വേരോടെ പിഴുതെടുക്കാൻ ചിലപ്പോൾ നമുക്ക് കഴിയും. താൻ പറയുന്നതൊക്കെ ശരി. മുകളിൽ നിന്ന് ചോദ്യം വരുന്നുണ്ട്. ഇത്ര ദിവസമായിട്ട് മഞ്ഞൂഷണത്തിൻ്റെ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യവും അറിയാതെ വരുമ്പോൾ അത് നമ്മുടെ ഭാഗത്തെ കുറവായിട്ട് മാത്രമേ കാണൂ. അറിയാം സാർ, ബട്ട് എനിക്കൊരു കാര്യം പോലും പുറത്തു പറയാൻ കഴിയില്ല. ഞങ്ങൾ കണ്ടെത്തിയതിൽ ഒന്ന് പുറത്തു പോയാൽ ഒരുപക്ഷെ അത് അവർക്ക് രക്ഷപ്പെടാനുള്ള മാർഗമായിരിക്കും. സാർ, എനിക്ക് 2 മാസം കൂടെ സമയം താ. ഐ എം ഷുവർ ഞാൻ ആ വലിയ മാഫിയയെ കണ്ടുപിടിക്കും. ആദ്യയുടെ അത്രമേൽ കോൺഫിഡൻസോടെയുള്ള സംസാരം കേട്ട് അയാൾ സമ്മതിച്ചു. ദിവസങ്ങൾ ഓരോന്ന് കൊഴിഞ്ഞു പോയി. ആമിയുടെ ഫസ്റ്റ് സെമസ്റ്റർ കഴിഞ്ഞു. ഒരു ദിവസം രാവിലെ എന്നത്തെയും പോലെ ആമിയും ആദ്യം എഴുന്നേറ്റു. ഓടാൻ പോയ ആദ്യം പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നു. ഒരു കുളിയും കുളിച്ച് യൂണിഫോം എടുത്തിട്ട് അവൻ താഴെ കൂടി. ആമിയോട് അർജന്റാണ്, വേഗം പോകണം എന്ന് പറഞ്ഞിറങ്ങി. ആമി മിലയും ആബിയും കൂടെ കോളേജിലേക്ക് കയറുമ്പോൾ ഒരുപാട് വണ്ടികൾ നിർത്തിയിട്ടിട്ടുണ്ട്. പോലീസ് ജീപ്പുകളും കണ്ടപ്പോൾ അവൾക്ക് ഉള്ളിൽ ഭയം നേലിച്ചു. കുട്ടികളെല്ലാം ഒരു ഭാഗത്തേക്ക് കൂട്ടം കൂടി നിൽക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ അങ്ങോട്ട് ഓടുന്നത് കാണാം. അവർ 3 പേരും മുന്നോട്ട് നടന്നു. അപ്പോൾ പവി അവരുടെ അടുത്തേക്ക് വന്നു. എന്താടി ഇവിടെ? ആമി അവളോട് ചോദിച്ചു. ഏതോ കുട്ടി അവിടെ മരിച്ചു കിടക്കുന്നുണ്ടെന്ന്. ആര്? ആമി പരിഭ്രമത്തോടെ ചോദിച്ചു. അതൊന്നും എനിക്കറിയില്ല, നീ വാ നമുക്ക് നോക്കാം. പവി അവളെയും കൂട്ടി നടന്നു. ആമി, ആദ്യേട്ടൻ്റെ കാറില്ല അത്? നിന്നോടൊന്നും പറഞ്ഞില്ലേ? ആബി ആദിയുടെ കാർ ചൂണ്ടിക്കാണിച്ചു കൊണ്ട് പറഞ്ഞു. ഇല്ല, ഇന്ന് നേരത്തെ ഇറങ്ങിയതാ. ഒരു കോൾ വന്നതിന് ശേഷം എങ്ങോട്ടാണെന്നൊന്നും പറഞ്ഞില്ല. നമ്മളിവിടെ നിന്ന് ഓരോന്ന് പറഞ്ഞെന്നാൽ വല്ലതും നടക്കുമോ? ആരെയൊന്ന് പോയി നോക്കാം. മിലി 2നെയും നോക്കി പറഞ്ഞ് മുന്നോട്ട് നടന്നു. പുറകെയായി 3 കൂടി നിൽക്കുന്ന കുട്ടികളുടെ ഇടയിൽ നുഴഞ്ഞു കയറി മുന്നിലെത്തി. അടുത്തേക്ക് അടുക്കാതിരിക്കാൻ വേണ്ടി പോലീസിന്റെ ഒരു ബാൻഡ് ചുറ്റിലും കെട്ടിയിട്ടുണ്ട്. ആമി ആ പെൺകുട്ടിയെ നോക്കി. അവളുടെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി. ഹൃദയമിടിപ്പ് വർദ്ധിച്ചു. കണ്ണുകൾ നിറഞ്ഞൊഴുകി. കൈകൾ മരവിച്ചു. കാലുകൾക്ക് ബലം നഷ്ടപ്പെടുന്നതായി തോന്നിയപ്പോൾ അവൾ അടുത്തുന്ന മിലിയുടെ കയ്യിൽ പിടിച്ചു. ആദ്യ ബോർഡിൽ നിന്ന് തലയോർത്തി നോക്കുമ്പോൾ ഇതിനെല്ലാം സാക്ഷിയായി തറഞ്ഞു നിൽക്കുന്ന ആമിയാണ് കണ്ടത്.
ക്രിസ്റ്റി അവിടെ ഉണ്ടായിരുന്നു. ബോർഡിൽ നിന്നും അതിൻ്റെ ചുറ്റുഭാഗങ്ങളിൽ നിന്നും അവൻ ആവശ്യമുള്ളത് ശേഖരിച്ചു. അവൻ്റെ കൂടെ വേറെ ചില ഫോറൻസിക് ഓഫീസറുണ്ട്. ആദിക്ക് എന്ത് ചെയ്യണം എന്നറിയാത്ത അവസ്ഥയിലാണ്. ആമയെ പോയി സമാധാനിപ്പിക്കണോ? ഇവിടെ നിന്ന് അനങ്ങാനോ അവന് കഴിഞ്ഞില്ല. ആമയ്ക്ക് ശ്വാസം നേരെ വീഴാത്തതുപോലെ തോന്നി. കണ്ണിലെ കണ്ണുനീർ അവളുടെ കാഴ്ചയെ മറച്ചു. സൂര്യ, അവൾ അറിയാതെ അവളുടെ ചുണ്ടുകൾ മുഴിഞ്ഞു. ബോഡിക്കടുത്ത് തന്നെ തലയിൽ കൈവച്ചുകൊണ്ട് കരഞ്ഞ കണ്ണുകളുമായി സൂര്യ ചിരിക്കുന്നു. ആമയൊന്നും പറയാതെ അവിടെ നിന്ന് പിന്തിരിഞ്ഞ് നടന്നു. കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. സൂര്യയെ കൊണ്ട് പോകുന്നതും സൂരജിൻ്റെ വീട്ടുകാരെയും കരച്ചിലെല്ലാം അവളൊരു പ്രതിമ പോലെ നോക്കി നിന്നു. അല്പസമയത്തിന് ശേഷം ആൽവി അവരുടെ അടുത്തേക്ക് വന്നു. 3 പേരെയും കൂട്ടി അവൻ വീട്ടിലേക്ക് പോയി. മിലയുടെ തോളിൽ തലവെച്ച് കിടക്കാണ് ആമി. കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടെങ്കിലും അവളുടെ മനസ്സ് മറ്റെവിടെയോ ആയിരുന്നു. ആൽബി അവരെ ആദിയുടെ വീട്ടിൽ കൊണ്ടുവിട്ട് തിരിച്ചുപോയി. ആമി മുറിയിലേക്ക് കയറി വാതിലടിച്ചു. ആബിയും മിലയും മാറി മാറി വിളിച്ചിട്ടും അവൾ തുറന്നില്ല. പെട്ടെന്ന് മിലയുടെ ഫോൺ ബെല്ലടിച്ചു. നോക്കുമ്പോൾ ആദിയാണ്. മില അറ്റൻഡ് ചെയ്ത് ചെവിയോട് ചേർത്തു. അവളിവിടെ? ആദ്യ ഫോൺ എടുത്ത് ഉടനെ ചോദിച്ചു. മുറിയിൽ കയറി വാതിലടിച്ചു ആദ്യേട്ടാ, ഞങ്ങൾ വിളിച്ചിട്ടൊന്നും തുറക്കുന്നില്ല. മിലയുടെ ശബ്ദം ഇടറിയുന്നു. ആ, കുറച്ചേരം അവൾ തനിച്ചിരുന്നോട്ടെ, നിങ്ങൾ വീട്ടിൽ തന്നെ വേണം, ഞാൻ വന്നിട്ട് പോയാൽ മതി. ആദ്യം പറഞ്ഞതിന് അവൾ മറുപടി കൊടുത്തു. ഫോൺ കട്ട് ചെയ്തു. ആബിയും മിലയും ഉമ്മറത്തെ ചാരുപടിയിലിരുന്നു. എന്നാലും എന്താവും അവൾക്ക് പറ്റിയത്? അറിയില്ലടി, കോളേജിൽ എങ്ങനെ വന്നെന്നാണ് ഇച്ചാനോട് ചോദിച്ചാൽ മതിയായിരുന്നു. ആമി ഉള്ളതുകൊണ്ട് ചോദിക്കാതെ നിന്നണ്ട. മില ചോദിച്ചതിന് ആബി മറുപടി എന്നോണം പറഞ്ഞു. അത് നന്നായി. ആമി ഇപ്പം തന്നെ ആകെ വയ്യാതായിട്ടുണ്ട്. ഇനി വേറെ അതും കൂടി അറിയണ്ട. മിലി പറഞ്ഞതിന് ആബി തലയാട്ടി. പാവം ആമി, ഇതെങ്ങനെ സഹിക്കുവോ? ഒരു നാൾ ഒരുമിച്ച് കൂടെ നടന്നവളല്ലേ? അവൾ പറയാറില്ലേ 2 ഉടലും ഒരു ആത്മാവായിരുന്നെന്ന്? അവളുടെ സംസാരം നീണ്ടു. ഒരുപാട് നേരം കഴിഞ്ഞിട്ട് ആമി വാതിൽ തുറന്നില്ല. 2 പേർക്ക് ഉള്ളിൽ ഭയം വന്നു. അവർ വാതിൽ മുട്ടി. അല്പസമയത്തിനും വാതിൽ തുറന്നു. ആമിയുടെ മുഖം വല്ലാതെയായിരുന്നു. അവൾ വാതിൽ തുറന്നു കൊടുത്ത് വീണ്ടും ബെഡിൽ പോയിരുന്നു. ആമി, നീ ഇങ്ങനെ ഇരിക്കില്ലടി, ഒന്ന് കരയെങ്കിലും ചെയ്യ്. ആദ്യേട്ടനോട് വേഗം വരാൻ പറയൂ പ്ലീസ്. മിലി ചോദിച്ചതിന് മറുപടിയായി പറഞ്ഞ് അവൾ തല താഴ്ത്തി. മിലി ആബിയെ നോക്കിയപ്പോൾ അവൾ വിളിക്കാമെന്ന് കാണിച്ച് പുറത്തേക്ക് പോയി. മിലി ആമിയുടെ കയ്യിൽ പിടിച്ചു. എന്നാൽ അവളുടെ ഭാഗത്തുനിന്ന് യാതൊരു പ്രതികരണവും ഉണ്ടായില്ല. ആമിയുടെ മനസ്സ് എത്രയും പെട്ടെന്ന് ആദിയുടെ അടുത്തെത്താനായിരുന്നു. ആബിയുടെ വിളി വന്നതും എത്രയും പെട്ടെന്ന് ആമിയുടെ അടുത്തെത്താൻ ആദി ആഗ്രഹിച്ചു. ആൽബിയെ കാര്യങ്ങൾ ഏൽപ്പിച്ച് ആദി വേഗം വീട്ടിലേക്ക് പോയി. വാതിൽ തുറന്ന് കിടക്കുകയായിരുന്നു. ആദ്യ അകത്തേക്ക് കയറി ആബിയുടെയും മിലിയുടെയും സംസാരം കേട്ട് ആദ്യ താഴെയുള്ള മുറിയിലേക്ക് നടന്നു. ആദ്യയെ കണ്ടതും മിലി ഇരുന്നിടത്ത് നിന്ന് മാറിക്കൊടുത്തു. അവർ 2 പേരും പുറത്തേക്ക് ഇറങ്ങി. ആദ്യ ഹെഡ് ബോർഡിൽ ചാരി മുട്ടുകാലിൽ മുഖം ഒളിപ്പിച്ചിരിക്കുന്ന ആമിയുടെ അടുത്തിരുന്ന് അവളുടെ ചുമരിൽ പിടിച്ചു. അവൻ്റെ സമയം മറിഞ്ഞുകൊണ്ടാവണം അവൾ തലയുയർത്തി നോക്കി. പെട്ടെന്ന് തന്നെ അവൻ്റെ നെഞ്ചിലേക്ക് വീണു. ഒരു കൈ അവൻ്റെ വട്ടം ചുറ്റിപ്പിടിച്ചു, മറ്റേ കൈ അവൻ്റെ ഷർട്ടിൽ മുറുക്കി. അവൻ്റെ സമീപത്തിൽ ഒരുപാട് ആശ്വാസം വരുന്ന പോലെ തോന്നി അവൾക്ക്. അവൻ്റെ കൈകൾ അവളുടെ മുടിയിൽ തഴുകി. എൻ്റെ സൂര്യക്ക് എന്താ പറ്റിയത് ആദ്യേട്ട? ഇടറിയ ശബ്ദത്തോടെയായിരുന്നു അവളുടെ ചോദ്യം. ആദിക്ക് എന്ത് പറയണം എന്നറിയില്ലായിരുന്നു. അവൻ്റെ മൗനം അവൾക്ക് സഹിക്കാൻ പറ്റിയിരുന്നില്ല. അവൻ്റെ ഷർട്ടിലെ പിടി ഒന്നുകൂടി മുറുക്കി. പറ ആദ്യേട്ട. അവളുടെ ശബ്ദത്തിൽ നിസ്സാരത നിറഞ്ഞിരുന്നു. ഒന്നും അറിഞ്ഞില്ല ആമിസെ, പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാലേ പറയാൻ കഴിയൂ. നീ ഇങ്ങനെ സങ്കടപ്പെടല്ലേ. അവൻ്റെ കൈകൾ അവളുടെ മുടിയിൽ പതിയെ തലോടി. ഞാൻ ഒരുപാട് സങ്കടപ്പെടുത്തിയിട്ടുണ്ട് ആദ്യേട്ട. എന്നോട് പറയാതെ പോയതിൽ ഞാൻ ഒരുപാട് അവളുടെ മുഖം തിരിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ അവള് പാവാതേട്ട. ഞാൻ പിണങ്ങിയാൽ എൻ്റെ അടുത്തേക്ക് വരും. ഇന്നല്ല ആദ്യം അങ്ങനെ തന്നെയാണ്. ഞാൻ അവളെ വേദനിപ്പിച്ചില്ല. അവളെന്നോട് ക്ഷമിച്ചു കാണുമോ? എന്നോട് കുഞ്ഞു പരുമെങ്കിലും കാണിച്ചല്ല അതേട്ട. അവൻ്റെ ഷർട്ടിലുള്ള പിടിയും അവളുടെ കരച്ചിലിൻ്റെ ആയവും കൂടി വന്നു. നിനക്ക് അവളോട് ഒരുപാട് കാലം മിണ്ടാതെ നിൽക്കാൻ കഴിയൂ? നിന്നോട് അവൾ മിണ്ടാതെ നിന്നാൽ നിനക്ക് അവളോട് ദേഷ്യം തോന്നുവോ, പരിഭവം തോന്നുവോ? ആദ്യൊരു ചോദ്യം കേട്ട് മറുപടിയായി ഇല്ലെന്ന് തലയാട്ടി. അതുപോലെ ആവും അവൾക്കും. നിന്നോട് പിണങ്ങാൻ അവൾക്കൊന്നും കഴിയില്ല. പിന്നെ നിങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയതല്ലേ, പിന്നെ എന്താ പ്രശ്നം? അവൾക്ക് നിന്നോട് ഒന്നും ഉണ്ടാവില്ല. ആദ്യം പറഞ്ഞിട്ടും അവളൊന്നും മിണ്ടാതെ അവന് നെഞ്ചിൽ ചേർന്നിരുന്നു. ആദ്യം പിന്നെ ഒന്നും പറഞ്ഞില്ല. ഒരിത്തിരി നേരത്തിന് ശേഷം ആമിയുടെ ഒരു ചലനവും കാണാതെ വന്നപ്പോൾ ആദ്യം അവളെ നോക്കി. അപ്പോഴേക്കും ആമി ഉറങ്ങിപ്പോയിരുന്നു. ആദ്യം അവളെ നേരക്കിടത്തി പുതപ്പ് പുതിപ്പിച്ചു കൊടുത്ത് പുറത്തേക്കിറങ്ങി. ഉമ്മറത്ത് ആബിയും മിലിയും ഉണ്ടായിരുന്നു. നിങ്ങളിവിടെ നിന്ന് പോകണ്ട, ഞാൻ ഒന്ന് പോയിട്ട് വരാം, ആമി ഉറങ്ങാണ്.
വിളിക്കണ്ട കേട്ടോ. ഇനി അഥവാ എണീറ്റ് കഴിഞ്ഞ് എന്തെങ്കിലും പറഞ്ഞാൽ എന്നെ വിളിച്ചാൽ മതി. ആദ്യം അവരോട് കാര്യങ്ങൾ പറഞ്ഞ് പുറത്തേക്കിറങ്ങി കാറെടുത്ത് പുറപ്പെട്ടു. സൂര്യ! മുറിയിൽ നിന്ന് ആമിയുടെ ശബ്ദം കേട്ട് നടുമുറ്റത്തിരുന്ന രണ്ടും അകത്തേക്ക് കയറി. കട്ടിലിരുന്ന് മുഖം പൊത്തി കയറുന്ന ആമിയെ കണ്ട് രണ്ടുപേരും വേഗം അവളുടെ അടുത്തിരുന്നു. അവളെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ കഴിയാത്തത് കൊണ്ട് മിലി ആദ്യം വിളിച്ച് ആമിക്ക് കൊടുത്തു. ആമിസേ, എന്താടി ഇത്? അതേട്ടാ, ഞാൻ പറഞ്ഞില്ല അവൾക്ക് എന്നോട് പിണക്കാവുന്നത്. എന്നോട് വന്ന് പറഞ്ഞല്ലോ സ്വപ്നത്തില് പിണക്കാണെന്ന്. ആമിയുടെ കരച്ചിൽ ഏറി വന്നു. അങ്ങനെയൊന്നും ഇല്ല ആമി, നീ അത് തന്നെ ചിന്തിച്ചിട്ട് നിനക്ക് തോന്നുന്നതാണ്. നിന്റെ മനസ്സ് മുഴുവൻ അത് മാത്രമായതുകൊണ്ടാണ് അങ്ങനെ, അല്ലാതെ ഒന്നുമില്ല. ഇല്ലാതേട്ടാ, നീ ഇതെന്താ കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ ആമി? അതൊക്കെ നിനക്ക് തോന്നുന്നതാണ്. ഞാൻ പറഞ്ഞില്ലേ, നിന്റെ മൈൻഡ് ഒന്ന് സെറ്റാക്ക്. എനിക്കിവിടെ കുറച്ച് പണിയുണ്ട്, ഞാൻ പിന്നെ വിളിക്കാം. ആദ്യയുടെ ശബ്ദത്തിൽ മൂർച്ച ഉണ്ടായിരുന്നു. അതേട്ടാ. ആമി വിളിക്കുമ്പോഴേക്കും മറുപുറത്ത് നിന്ന് ഫോൺ കട്ടായിരുന്നു. ആമി സങ്കടത്തോടെ സ്ക്രീനിലേക്ക് തന്നെ നോക്കി. എൻ്റെ ആമി, നീ ഒന്ന് പോയി കുളിച്ചു വാ. എങ്ങനെ നിന്നെ സമാധാനിപ്പിക്കാമെന്ന് പോലും ഐഡിയ ഇല്ല ഞങ്ങൾക്ക്. നീ ചെല്ല്. തലയിൽ വെള്ളം വീണാൽ ഒരു ആശ്വാസം ഉണ്ടാവും. മിനിയുടെ നിർബന്ധത്തിന് വാങ്ങി ആമി കുളിക്കാൻ കയറി. കുളി കഴിഞ്ഞ് വരുമ്പോഴേക്കും സമയം 4 ഞാൻ ഇത്ര നേരം ഉറങ്ങിയോ? ഉമ്മറത്തിരിക്കുന്നവരുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. പിന്നെ അല്ലാതെ, നിനക്ക് എന്തു പറ്റിയെന്ന് ഞങ്ങളും വിചാരിച്ചു. ആമി മറുപടി കൊടുത്തു. നിങ്ങളിനി വീട്ടിൽ പൊക്കോ, എപ്പോഴോ വന്നിട്ടില്ലേ? വേണ്ട, ആദ്യമായിട്ട് വന്നിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. ആമി പറഞ്ഞതിന് മിലി മറുപടി പറഞ്ഞു. ഞാനിപ്പോൾ ഓക്കെയാണടി, നിങ്ങൾ പൊക്കോ. ആദ്യമായിട്ട് ഇപ്പോൾ വരാതിരിക്കില്ല. ആമി ഒരുപാട് പറഞ്ഞപ്പോൾ രണ്ടുപേരും വീട്ടിലേക്ക് മടങ്ങി. സന്ധ്യ കഴിഞ്ഞപ്പോൾ ആദിയുടെ കാറ് ഗേറ്റ് കടന്ന് വീടിൻ്റെ മുറ്റത്തേക്ക് കയറി. ഉമ്മറത്ത് വിളക്ക് വെച്ചിട്ടുണ്ട്. വാതിൽ തുറന്ന് വെച്ചതും കാണാം. വാതിൽ പടിയിൽ ആമിയെ കണ്ടില്ല. അവൾ അകത്തുണ്ടാവുമെന്ന് കരുതി ആദ്യ അകത്ത് കയറി നോക്കി. മുറിയിലും മടക്കയിലും ബാൽക്കണിയിലുമെല്ലാം ആദ്യ ഓടി നടന്നു നോക്കി. എന്നാൽ അവിടെയെങ്ങും അവളെ കണ്ടില്ല. അവൻ്റെ മനസ്സിൽ എന്തെന്നില്ലാത്ത ഭയം വന്നു മൂടി. ആദ്യ വേഗം ആബിയുടെ വീട്ടിലേക്ക് പോയി. മോളെ ആബി, ആമി അവിടെ ഉണ്ടോ? കിതച്ചുകൊണ്ടായിരുന്നു ആദിയുടെ ചോദ്യം. ഇല്ലല്ലോ, ഇവിടേക്ക് വന്നില്ല. ആബിയുടെ മറുപടി കേട്ടപ്പോൾ ആദിയുടെ ഉള്ളം ഒന്ന് പിടഞ്ഞു. നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ ഞാൻ വന്നിട്ട് പോയാൽ മതിയെന്ന്. ആദിക്ക് ദേഷ്യം വരാൻ തുടങ്ങി. ഞങ്ങൾ പറഞ്ഞതാ, പക്ഷെ അവൾ കേട്ടില്ല. ഞങ്ങൾ നിർബന്ധിച്ച് പറഞ്ഞയച്ചതാ. ഇപ്പൊ എന്ത് പറ്റി? അവൾ അവിടെ ഇല്ലേ? ആബി ആമിയുടെ ഫോണിലേക്ക് വിളിച്ചപ്പോൾ റിംഗ് ഉണ്ടെങ്കിലും ആരും എടുത്തില്ല. ഏട്ടായി, ആമി ഒന്നില്ല മോളെ, അവളിവിടെ എവിടെയും കാണും, അല്ലാതെ എവിടെ പോകാനാ? ഉള്ളിലെ ഭയത്തെ മറച്ചു വെച്ചുകൊണ്ട് ആദി ആബിയുടെ തോളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. പെട്ടെന്ന് എന്തോ തോന്നിയ ആദി ആബിയോട് അവിടെ നിൽക്കാൻ പറഞ്ഞ് ഗേറ്റ് കടന്നോടി. ചുറ്റിലും കാട് മൂടിയ ഇടവഴിയിലൂടെ ആദി നടക്കുമ്പോൾ അവൾ അവിടെ ഉണ്ടാവണേ എന്ന പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആദി കുറച്ച് മുന്നോട്ട് നടന്നപ്പോൾ കണ്ടു കുടമാളൂർ അമ്മയുടെ അടുത്ത് മുട്ടുകുത്തിയിരിക്കുന്ന ആമിയെ കണ്ടത്. അവന്റെ ശ്വാസം അപ്പോഴാണ് നേരെ വീണത്. നെഞ്ചിൽ കൈവച്ചു അവനൊന്ന് ദീർഘമായി നിശ്വസിച്ചു. അവളുടെ അടുത്തേക്ക് ചെന്ന് കൈത്തണ്ടയിൽ പിടിച്ചു എഴുന്നേൽപ്പിച്ചു. നീ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നേ? പറഞ്ഞിട്ട് വന്നൂടെ, മനുഷ്യനാകെ ഇല്ലാണ്ടായി. ആദി ദേഷ്യത്തോടെ പറഞ്ഞു. ഒരിത്തിരി ആശ്വാസം കിട്ടാൻ വന്നിരുന്നതാ, ഉള്ള എന്തോ ആവാം. ആമി അവനിൽ നിന്ന് മുഖം മാറ്റിക്കൊണ്ട് പറഞ്ഞു. അതിനിവിടാണോ വന്നിരിക്കേണ്ടത്? ആദ്യം ചോദിച്ചു കേട്ട് ആമിയൊന്നും പറഞ്ഞില്ല. ഇത്തിരി ആശ്വാസം കിട്ടാൻ ഒരാളെ വിളിച്ചു. ആൾക്ക് പറയുന്നൊന്നും കേൾക്കണ്ട, എന്തോ വലിയ തിരക്കാണെന്ന്. പിന്നെ വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ്. വിളിക്കുന്ന ഇഷ്ടമായി കാണില്ല, അതുകൊണ്ടാവും. ആമി അവൻ്റെ കയ്യിൽ നിന്ന് മാറി മുന്നോട്ട് നടന്നു. ആദ്യം പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് നോക്കുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ആദ്യം തലക്കടിച്ച് അവിടെ പിന്നിൽ നടന്നു. ആമി ഒന്നും പറയാതെ വീട്ടിലെത്തി അകത്തേക്ക് കയറി.